നമ്മുടെ വീഡിയോയുടെ കമന്റ് ബോക്സുകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു ചോദ്യമാണ്, ഞാനൊരു തുടക്കക്കാരനാണ്, ഇനി ഞാൻ പ്രിപ്പയർ ചെയ്താൽ LD ക്ലർക്കിന്റെ എക്സാം എനിക്ക് പാസ്സാകാൻ സാധിക്കുമോ എന്നത്. തീർച്ചയായും യാതൊരു ബേസും നിങ്ങൾക്കില്ലെങ്കിൽ ഈ എക്സാം ക്രാക്ക് ചെയ്യാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 1% മാത്രമാണ്. ബാക്കിയുള്ള 99% ഈ എക്സാമിന് വേണ്ടി മുൻകൂട്ടി പ്രിപ്പയർ ചെയ്ത് അതിനുള്ള സമയം കൊടുത്ത് ആ ഒരു എക്സാമിനെ നേരിടുന്ന കുട്ടികൾക്കാണ് ഈ എക്സാം ജയിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. ഇനി നിങ്ങളുടെ കയ്യിൽ കുറച്ച് ബേസ് ഉണ്ട്, ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണ്, അങ്ങനെയാണെങ്കിൽ വെറും ഹാർഡ് വർക്കിലൂടെ മാത്രം നിങ്ങൾക്ക് ഈ എക്സാം ക്ലിയർ ചെയ്യാനും സാധിക്കില്ല. അതിൻ്റെ ഒപ്പം കുറച്ച് സ്മാർട്ട് വർക്ക് കൂടി ആവശ്യമാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ 6 മാസത്തിൽ ഹാർഡ് വർക്കിനൊപ്പം സ്മാർട്ട് വർക്ക് കൂടി ചെയ്ത് എങ്ങനെ LD എന്നുള്ള ആ ഒരു പർവ്വതം കീഴടക്കാം എന്നാണ്. നിങ്ങൾക്ക് ഒട്ടും ബേസ് ഇല്ലെങ്കിൽ നിങ്ങൾ യാതൊരു കാരണവശാലും വിഷമിക്കേണ്ട. ഞാൻ പറഞ്ഞു തരുന്ന പോയിന്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക, അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ബേസ് ഡെവലപ്പ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന എക്സാമുകൾക്ക് അത് ഉപകരിക്കും. ഹായ്, ദിസ് ഇസ് വിഷ്ണു, വെൽക്കം ടു ഇന്ത്യൻസ് അക്കാദമി. ഇനി ഗൈഡ് അല്ല, ഗൈഡൻസ് ആണ് വേണ്ടത്. ഏതൊരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോഴും നമ്മുടെ കയ്യിൽ അടിസ്ഥാനപരമായിട്ടും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും വേണ്ട ഒന്നാണ് ആ പരീക്ഷയുടെ സിലബസ് എന്നുള്ളത്. ഏതൊരു പരീക്ഷയിലും സിലബസ് വളരെ സമഗ്രമായിട്ട് പഠിച്ച് അതെന്താണ് കാര്യം എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളത് നമ്മുടെ വിജയത്തിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട്. ഇതിനു മുമ്പൊക്കെ PSC പരീക്ഷകൾക്ക് നമുക്ക് അത്ര വലിയ സിലബസിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തില്ലെങ്കിലും അത്യാവശ്യം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ കയറി പോരുമായിരുന്നു. പക്ഷേ ഈ ഒരു മാറിയ പാറ്റേണിൽ നമുക്കത് പോസിബിൾ അല്ല. ആ ഒരു പഠന രീതി തന്നെ അവിടെ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സിലബസിൽ കൃത്യമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് പഠിച്ച് അതിനകത്ത് വരുന്ന റിവാർഡിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി നമുക്ക് സിലബസിലേക്ക് ഒന്ന് വരാം. ഇപ്പോൾ നിങ്ങൾ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സബ്ജക്റ്റുകൾ നമുക്കുണ്ട്. ഇംഗ്ലീഷ് ഉണ്ട്, മലയാളം ഉണ്ട്, മാത്സ് ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഹിസ്റ്ററി, ജിയോഗ്രഫി, എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, അങ്ങനെ ഒരുപാട് സബ്ജക്റ്റുകളുണ്ട്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എല്ലാ സബ്ജക്റ്റുകളും പഠിച്ച് ഈ സിലബസ് തീർക്കുക എന്നുള്ളതിനായിരിക്കരുത്. മറിച്ച് നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ നിന്ന് റിവാർഡിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ പിക്ക് ചെയ്യുക എന്നുള്ളതിലായിരിക്കണം. അങ്ങനെ റിവാർഡിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ പിക്ക് ചെയ്ത് ഈ 6 മാസത്തിൽ നമ്മൾ നമ്മുടെ സ്ട്രാറ്റജി ഫോം ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്കുള്ള വിജയം നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ സിലബസിൽ എക്കണോമിക്സ് ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, ജിയോഗ്രഫി ഉണ്ട്. നിങ്ങൾ ആദ്യം തന്നെ സിലബസ് എടുത്ത് കാണുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഹിസ്റ്ററിയാണ്. അപ്പോൾ ഈ ഹിസ്റ്ററി നിങ്ങൾ ഏറ്റവും ഫസ്റ്റ് പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഒരു സ്ഥലത്ത് എത്തില്ല, നിങ്ങൾക്ക് അത് തീർക്കാൻ പറ്റില്ല. മറിച്ച് നിങ്ങൾ എക്കണോമിക്സോ കോൺസ്റ്റിറ്റ്യൂഷനോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തീർക്കാനായിട്ടുള്ള ഒരു ചാൻസ് കിട്ടുക ഈ ഹിസ്റ്ററിനേക്കായും ജിയോഗ്രഫിനേക്കായും കൂടുതലാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ആ ഒരു കാര്യത്തിൽ സിലബസിൽ അതിനെക്കുറിച്ച് പറയാനുള്ളത്, സിലബസിന് ഫുൾ ഇമ്പോർട്ടൻസ് ഒരേ രീതിയിലായിരിക്കരുത് നിങ്ങൾ കൊടുക്കേണ്ടത്. മറിച്ച് അതിന് റിവാർഡിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുകൾക്ക് ആ റിവാർഡ് കിട്ടുന്ന രീതിയിൽ തന്നെ നിങ്ങളുടെ പഠിത്തം നിങ്ങൾ ഫ്രെയിം ചെയ്യണം. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം, നമുക്ക് എങ്ങനെ ബേസിക്സ് സെറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഒരു PSC പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് എവിടെ നിന്നാണ് ബേസ് കിട്ടുന്നത്? അത് തീർച്ചയായിട്ടും SCRT പാഠപുസ്തകങ്ങളിൽ നിന്നാണ്. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള SCRT പാഠപുസ്തകങ്ങൾ വായിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ ഈ SCRT വായിക്കുമ്പോൾ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, SCRTയുടെ പാഠപുസ്തകങ്ങൾ ഒറിജിനൽസ് വായിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് SCRT ബേസ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ റാങ്ക് ഫയലുകൾ വായിക്കാം. ഞാൻ ഒരിക്കലും SCRT ബേസ്ഡ് റാങ്ക് ഫയലുകൾ വായിക്കാനായിട്ട് നിങ്ങളോട് സജസ്റ്റ് ചെയ്യില്ല. SCRT ഞാൻ എപ്പോഴും എൻ്റെ കുട്ടികളോട് പറയുന്നൊരു കാര്യമാണ്, ഉപ്പോളം വരില്ലല്ലോ ഉപ്പിലിട്ടതെന്ന്. അപ്പോൾ SCRTയുടെ ഒറിജിനൽസ് തന്നെ നിങ്ങൾ വായിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസിൽ, ഈ ഒരു SCRT പാഠഭാഗങ്ങളിൽ നമ്മുടെ സയൻസ്, സോഷ്യൽ സയൻസ് പുസ്തകങ്ങൾക്കുള്ള പ്രാധാന്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് റിവാർഡിംഗ് അല്ലാത്ത ടോപ്പിക്കുകൾ നമ്മൾ പറഞ്ഞു, ഹിസ്റ്ററി, ജിയോഗ്രഫി തുടങ്ങിയത്. ഈ 2 സബ്ജക്റ്റുകൾ പഠിക്കാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ സോഴ്സായിട്ട് കാണേണ്ടത് ഈ SCRT തന്നെയാണ്. കൂടുതൽ സോഴ്സുകളും വേറെ പുറമേ നിന്നുള്ള കാര്യങ്ങളൊന്നും അന്വേഷിച്ച് നിങ്ങൾ നടക്കേണ്ട ആവശ്യമില്ല. ഈ SCRT വായിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം അതിൽ നിന്ന് സ്കോർ ചെയ്യാനുള്ള ഒരു മാർക്ക് കിട്ടും. പിന്നെ രണ്ടാമത്, SCRTക്ക് പുറമെ നമുക്ക് ബേസിക്സ് സെറ്റ് ചെയ്യാനുള്ള രണ്ടാമത്തെ കാര്യമാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്സ്, ഇംഗ്ലീഷ്, മലയാളം സബ്ജക്റ്റുകൾ. ഈ 3 സബ്ജക്റ്റുകൾക്ക് നിങ്ങൾ നിങ്ങളുടെ പഠനത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ സ്ഥിര സാന്നിധ്യം കൊടുത്തിരിക്കണം. അങ്ങനെ കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് ഉള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് വളരെ മിനിമം ആയിരിക്കും.
ഇപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം സബ്ജക്റ്റുകൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് സിലബസ് ഉണ്ട്. ആ സിലബസിൽ നിങ്ങൾക്ക് നിസ്സാര സമയം കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റുന്ന പോർഷൻസേ അതിനകത്തുള്ളൂ. ആ ക്വസ്റ്റ്യൻസിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് നിന്ന് ഉറപ്പായിട്ടും PSCയുടെ ചോദ്യം ഉണ്ടാവും. നമുക്ക് 1 മാർക്ക് കോൺകോഡിൽ നിന്ന്, ഇംഗ്ലീഷിന്റെ കോൺകോഡിൽ നിന്ന് 1 മാർക്ക് ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അത് എല്ലാ പരീക്ഷകൾക്കും ഉള്ളതാണ്. അതുപോലെ തന്നെ ആവറേജ് എന്നുള്ള മാത്സിന്റെ ടോപ്പിക്കിൽ നിന്ന് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതുള്ളതാണ്. പര്യായത്തിൽ നിന്ന് മലയാളത്തിന്റെ ഒരു ചോദ്യം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് നമ്മുടെ 30 മാർക്ക് അവിടെ നമുക്ക് ഉറപ്പിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് പോവാം. ഈ 6 മാസം നിങ്ങൾ യാതൊരുവിധ കോംപ്രമൈസും ചെയ്യാതെ നിങ്ങളുടെ പഠനത്തിൽ ഈ 3 സബ്ജക്റ്റുകൾക്ക് അതിനുള്ള സമയം കൊടുക്കുക. ഈ ഒരു ജേണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ പ്രയോഗിക്കാൻ കിട്ടുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത്? എക്സാമുകൾ എഴുതുക എന്നുള്ളതാണ് അതിനുള്ള ഏറ്റവും ഫലപ്രദമായ വഴി. ഇപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ SCRT പുസ്തകത്തിൽ നിന്നും റാങ്ക് ഫയലുകളും ഇതൊക്കെ വായിച്ച് നിങ്ങൾ കളക്ട് ചെയ്ത് വെക്കുന്ന കുറേ ഡാറ്റാസും കുറേ ഇൻഫർമേഷൻസും ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ കിട്ടുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുന്നത് എക്സാമുകൾ എഴുതിയാണ്. വെറുതെ കുറേ എക്സാംസ് എഴുതിയാൽ മാത്രം പോരാ കേട്ടോ. ആ എക്സാമുകൾ അതിനെ അനാലിസിസ് ചെയ്ത് പഠിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ ഒരു ചോദ്യം ഒരു പരീക്ഷയ്ക്ക് വന്നു, നിങ്ങളത് തെറ്റിച്ചു, നിങ്ങളത് അനാലിസിസ് ചെയ്ത് പഠിച്ചില്ല. ആ സെയിം ക്വസ്റ്റ്യൻ അടുത്ത പരീക്ഷയ്ക്ക് വന്നു കഴിഞ്ഞാലോ നിങ്ങളത് വീണ്ടും തെറ്റിക്കാനാണെങ്കിൽ നിങ്ങൾ ആ എക്സാം എഴുതിയതുകൊണ്ട് നിങ്ങൾക്ക് വലിയ ഗുണമൊന്നും കിട്ടുന്നില്ല. മറിച്ച് നിങ്ങൾ അനാലിസിസ് ചെയ്തു, അത് പഠിച്ചു. അത് പഠിച്ചതിന് ശേഷം അടുത്ത പരീക്ഷയ്ക്ക് ആ സെയിം ചോദ്യം വന്നു, നിങ്ങളത് ശരിയാക്കി. അപ്പോൾ നിങ്ങളുടെ പഠനം കൃത്യമുള്ള രീതിയിലായി. അപ്പോൾ ഇതാണ് എക്സാമുകൾ എഴുതുന്നതിൻ്റെ പ്രാധാന്യം. മറിച്ച് നമുക്ക് വരുത്തുന്ന മിസ്റ്റേക്കുകളും കാര്യങ്ങളും ഒന്ന് മനസ്സിലാക്കി പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് 6 മാസം കൊണ്ട് LD ക്രാക്ക് ചെയ്യുക എന്നുള്ളത് വളരെ പാടുള്ള ഒരു കാര്യമായിരിക്കും. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റിവിഷന്റെ പ്രാധാന്യം എന്നുള്ളത്. റിവിഷൻ എന്നുള്ളത് ഒരുപാട് പേര് ചിന്തിക്കുന്നത് അതൊരു സമയനഷ്ടം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിട്ടാണ്. പക്ഷെ അത് അങ്ങനെയല്ല. നമ്മൾ പഠിച്ച കാര്യങ്ങൾ നിലനിർത്താൻ പറ്റുന്നത് നമുക്ക് വളരെ പരീക്ഷയിൽ ഉയർന്ന റാങ്കുകൾ നേടാനും നമ്മുടെ ഒരു നല്ല നിലവാരത്തിൽ നല്ല പെർഫോമൻസ് നടത്താനായിട്ടും നിങ്ങളെ സഹായിക്കും എന്ന് ഒരുപാട് പേര് മനസ്സിലാക്കുന്നില്ല. അങ്ങനെ മനസ്സിലാക്കാതെ റിവിഷൻ ചെയ്യാതെ പോയി പരീക്ഷകളിലിരുന്ന് ഈ ക്വസ്റ്റ്യൻ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ചിന്തിച്ച് നമ്മുടെ ആ ഒരു മാർക്ക് കളയുന്ന കുട്ടികളെക്കാൾ നിങ്ങൾക്ക് ഒരു പടി മുമ്പിലെത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിവിഷന് പ്രാധാന്യം കൊടുത്തേ പറ്റുള്ളൂ. റിവിഷൻ നന്നായി ചെയ്തേ പറ്റുള്ളൂ. അറ്റ്ലീസ്റ്റ് നമ്മൾ പഠിച്ച ബേസിക്സ് എങ്കിലും നന്നായി റിവിഷൻ ചെയ്തിട്ടേ നിങ്ങൾ പോകാൻ പാടുള്ളൂ. ഈ ഒരു വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അത് നമ്മുടെ എതിരാളികളെ അറിയുക എന്നുള്ളതാണ്. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, സംഭവമൊക്കെ ശരി തന്നെ. പക്ഷേ നിങ്ങളോടൊപ്പം മത്സരിക്കുന്നത് ആരൊക്കെയാണ്, എത്ര പേര് നിങ്ങളോട് മത്സരിക്കുന്നുണ്ട്, അവരുടെ കഴിവുകൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി പഠിക്കുന്നത് നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് അഡ്വാൻറ്റേജ് ഒന്നും കിട്ടിയില്ലെങ്കിലും നിങ്ങളോട് തന്നെ ഒരു ചെറിയൊരു അവയർനെസ് നിങ്ങൾക്ക് ഉണ്ടാക്കും. കാരണം നമ്മളെക്കാൾ കഴിവ് കുറഞ്ഞവരായിരിക്കാം ചിലപ്പോൾ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെക്കാൾ കഴിവ് കൂടിയവരായിരിക്കും. ഈ 2 രീതിയിലാണെങ്കിലും അവർക്ക് എല്ലാവർക്കും തന്നെ ജോലി എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് ജോലി എന്നത്. ഈ ജോലിക്ക് വേണ്ടി എല്ലാവരും പഠിക്കുന്നത് അതിൻ്റെതായിട്ടുള്ള അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമുള്ള ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കി അവരതിൻ്റെ പ്രാധാന്യം കൊടുത്ത് അവർ ട്രൈ ചെയ്യുമ്പോൾ നമ്മളിവിടെ ഉഴപ്പി അതിൻ്റെ സീരിയസ്നെസ് കൊടുക്കാതെ പഠിച്ചു കഴിഞ്ഞാൽ അവരോടൊപ്പം നമ്മൾ എത്തില്ല. അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങളുടെ മനസ്സിൽ വിചാരിച്ചിട്ട് വേണം LDC എക്സാമിന് ഈ 6 മാസം കൊണ്ട് തയ്യാറെടുക്കാൻ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഇനിയും കാണാം. See you on next class.